പൊന്നെ. ഓ ഓ ഓ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ അറിയാം നമ്മുടെ കൊച്ചിന് ഇന്ന് 60 ദിവസമായി പ്രഗ്നൻസി. അപ്പോൾ കണ്ണൂരമ്മ പറയുന്നത് 60 ദിവസമാണ് പ്രഗ്നൻസി ടൈം പീരീഡ് എന്ന്. പക്ഷേ ഡോക്ടർ പറഞ്ഞ 68 ദിവസം വേണമെന്നാ. അപ്പോൾ അമ്മ ഇന്ന് രാത്രിയിലെത്തും. ജാനുവിന് ഇനിയുണ്ട് ഒരാഴ്ചയും കൂടെ സമയമുണ്ട്. അറിയത്തില്ല, നല്ല വയറുണ്ട് പാവത്തിന്. വേദനയായിരിക്കും, അറിയത്തില്ല. നല്ല അസ്വസ്ഥതയൊക്കെയാണ്. ഇങ്ങനെ തൂത്തു കൊടുത്ത് അടങ്ങിയിരുന്നോളൂ എത്ര നേരം വേണേലും. കണ്ടിരിക്കുന്നത് കൊക്കുമീ, എൻ്റെ കൊക്കു വയറ് വേദനിക്കുന്നുണ്ടോ? ബാവച്ചിയുണ്ടോ വയറ്റിൽ? എല്ലാം കണ്ടിട്ട് ജാനു ഈ ഏരിയയിൽ എവിടെയെങ്കിലും കാണും. പൊന്നാണേ നമ്മുടെ പൊന്ന. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പം ഞാൻ ജാനുവിൻ്റെയും കോക്കോടെയും വീഡിയോ പ്രഗ്നൻസിയുടെ കാര്യം പറയാൻ വേണ്ടി എടുത്തിട്ടപ്പോൾ അതിൽ ചെയ്ത തമ്പനെയിലിനെ പറ്റി ഒരുപാട് ആൾക്കാർ എന്നെ വഴക്ക് പറയുമോ മോശം പറയുമോ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു തമ്പനെയിലിൽ. അതായത് ഒന്ന് ഞങ്ങളുടെ കൊച്ച് എന്നും പറഞ്ഞിട്ട് ഞാനും കുഞ്ഞാവയും കൂടെ നിൽക്കുന്നു, നടുക്കൊരു കൊച്ച്, തൊട്ട് താഴെ ഡബിൾ പ്രഗ്നൻസി. സത്യമായിട്ടും അതെ, ഞാൻ ഈ തമ്പനെയിൽ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നവർ ചിന്തിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അന്നേരം മനസ്സിലായിട്ടില്ല. കാരണം ഒന്ന്, എൻ്റെ പ്രഗ്നൻസി ടൈം നമ്മളിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ആ തമ്പനെയിൽ ഉണ്ടാക്കിയത് ആ വീഡിയോയുടെ കണ്ടന്റിൽ നിന്നാണ്. ആ വീഡിയോയ്ക്കകത്ത് ഇവർ രണ്ടുപേരും പ്രഗ്നൻ്റ് ആണെന്ന് കാണിക്കുന്നുണ്ട്. എനിക്കൊരു മനുഷ്യൻ പ്രഗ്നൻ്റ് ആയ അതേ ഫീലാണ് എൻ്റെ ജാനുവിൻ്റെയും കോക്കോടെയും പ്രഗ്നൻസി. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഡബിൾ പ്രഗ്നൻസി എന്ന് ഉദ്ദേശിച്ചത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, ഞങ്ങൾ AI വെച്ച് ജെമിനിയിൽ ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ്. എന്താണ് പറയത്തില്ല, നോക്കിയാൽ ഞാൻ പറയത്തില്ല. മീൻ പിടിക്കാൻ പോകാൻ വേണ്ടിയിട്ട് വലയിടാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് വയ്യ വല വീശാൻ. അച്ചാച്ചിക്കാണെങ്കിൽ ഭയങ്കര പെരുന്തച്ച കോംപ്ലക്സ്. അത് കാരണം അണ്ണാണി മീൻ പിടിക്കുമെന്നും പറഞ്ഞിട്ടാന്ന് തോന്നുന്നു ചൂണ്ടയ്ക്ക് തീറ്റ പിടിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ പറ്റൂല എന്നും പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അച്ചാച്ചിക്ക് ഇടയ്ക്കിടയ്ക്ക് പിണക്കമുള്ളതാണ്. അപ്പോൾ കിടോ കാല് വെച്ച് പട്ടിയെ തൊടലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ അമ്മൂമ്മ ആവാനുള്ള പ്രായമുണ്ട് അവൾക്ക്. 19 വയസ്സുണ്ട്, 19 വയസ്സ്. അടുത്ത വർഷം അവൾക്ക് 20 വയസ്സാവും. അപ്പം ഞാൻ ആ വീഡിയോയിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നുണ്ട് ഇതുപോലെ ജെമിനിയോട് പറഞ്ഞപ്പോൾ ജെമിനി എൻ്റെ കുഞ്ഞാവൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞിനെ വെച്ച് തന്നു. ഈ വീഡിയോ ഫുള്ള് കാണുന്നവർക്ക് മനസ്സിലാകും ഞാൻ ആ വീഡിയോയുടെ കണ്ടന്റിൽ നിന്നാണ് വീഡിയോയുടെ കണ്ടന്റിൽ നിന്നാണ് തമ്പനെയിൽ ഉണ്ടാക്കിയത്. ആ വീഡിയോയിൽ ഇല്ലാത്ത ഒരു കാര്യം ആ തമ്പനെയിലില്ല. പക്ഷേ നിങ്ങളുടെ കമൻറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി ഇത് തെറ്റിദ്ധരിക്കപ്പെടുന്ന പോലത്തെ ഉള്ള തമ്പനെയിലാണോ എന്നൊരു തോന്നലുണ്ട്. അത് ആർക്കെങ്കിലും മോശമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇനിയുള്ള തമ്പനെയിലുകളിൽ ഞാൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കാം. ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. ഞാൻ അതുകൊണ്ടാണ് അത് മാറ്റാഞ്ഞത്. പിന്നീട് ഞാൻ വേണമെന്ന് കരുതി ചെയ്തതല്ല. ഞാൻ വീഡിയോയിലുള്ള കണ്ടന്റ് നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിലെന്താണോ ഉള്ളത് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് മാത്രം ഉണ്ടാക്കിയ ഒരു തമ്പനെയിലാണ്. അല്ലാണ്ട് ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രഗ്നൻസി എന്നുള്ള വാക്ക് ഒരു കൊച്ചിനെയും കൂടെ നടുക്ക് പിടിച്ച് വെറുതെ ഇട്ടതല്ല. ഈ പറയുന്ന കാര്യം ഞാൻ വീഡിയോയിലൊന്നും പറയാണ്ട് ചുമ്മാ തമ്പനെയിൽ ഇടുകയോ അങ്ങനെ വല്ലതും ഇട്ടിരിക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്കത് മനസ്സിലാക്കാം. കിടുവേ അങ്ങനെ ഞാൻ ചെയ്യുമായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ വീഡിയോയ്ക്കുള്ളിൽ ഞാൻ അതേപ്പറ്റി പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണെന്ന് തോന്നാം. പക്ഷെ ഞാൻ അതിടുമ്പോൾ ഞാൻ ഹാപ്പി ആയിട്ട് ഇട്ടൊരു കാര്യം, ഞാൻ ഹാപ്പി ആയിട്ട് ആ തമ്പനിയിൽ നമ്മുടെ കുട്ടീനെ എങ്ങനെയായിരിക്കും എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ട തമ്പനിയിലാണ്. ഞാൻ ഇനിയുള്ള തമ്പനിയിൽ ഞാൻ ശ്രദ്ധിക്കാം. ഞാൻ വീണ്ടും പറയുന്നില്ല, ഞാൻ മറ്റാർക്കെങ്കിലും ഞാൻ തെറ്റിദ്ധരിക്കാൻ വേണ്ടി ഇട്ടതാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്കാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ല. അതിന് ഞാൻ ക്ഷമ, നമ്മളെ സ്നേഹിക്കുന്നവരോട് മാത്രം ഞാൻ ക്ഷമ ചോദിക്കുന്നു. പിന്നെ വീട് പണിയുടെ തിരക്കും കാര്യമൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസ് എനിക്കങ്ങനെ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ അറിയാമല്ലോ, വ്യൂ ഒക്കെ ഒരുപാട് കുറവാണ്. വീട് പണി അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട് നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂ കുറവാണ്. എങ്കിലും കുഴപ്പമില്ല, നമ്മൾ വീഡിയോ ഇടാതിരിക്കത്തൊന്നുമില്ല. അതിപ്പോൾ 100 പേരെ കണ്ടുള്ളെങ്കിലും നമ്മൾ വീഡിയോ ഇടണമെന്നാണ്, നമ്മൾ വീഡിയോ ഇടും. പിന്നെ ഇപ്പോൾ മണിയണ്ണനും ഭാര്യയും മക്കളും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് സുലുവമ്മയ്ക്കൊരു കൂട്ടും. കിടൂടാകത്താരായിരിക്കും നോക്കിയെന്നെ, ആരാകത്തോളിഞ്ഞിരുന്ന് കേൾക്കുന്നത് നോക്കി. ജാനുവിനെ വിളിച്ച, ജാനുവേ പതുക്കെ പൊക്കണേ, അവള് കടിക്കുന്നിന്നെ. അപ്പോൾ മണിയണ്ണനും ഫാമിലി നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് സുലുവമ്മയ്ക്ക് ഒരു നല്ല കൂട്ടാണ്.
കാരണം ഞാനും കുഞ്ഞാവയും കൂടെ കുറച്ച് യാത്രയൊക്കെ ഉണ്ട്. നമ്മുടെ ലക്ഷദ്വീപിൻ്റെ ട്രിപ്പ് വരുന്നുണ്ട്. പിന്നെ മാത്രമല്ല എൻ്റെ പ്രഗ്നൻസി ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ അധികം മേലനങ്ങി പണിയെഴുത്തോ കാര്യങ്ങളോ ഒന്നും നടക്കത്തില്ല. മെഡിസിൻസൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് നമുക്ക് സഹായത്തിന് ഒരാളിവിടെ വേണം. അപ്പോൾ ചേച്ചിയൊക്കെ ഉണ്ട്. അവരും അതുപോലെ ലൈഫിൻ്റെ വീടിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അവർക്കും വീടൊന്നും ആയിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അവർ ഷെഡിൽ തന്നെയാണ് അവരുടെ താമസം. എത്രയും പെട്ടെന്ന് വീടാകും. അപ്പോൾ അതുവരെ ഇവിടെ തന്നെയാവും നിൽക്കുന്നത്, നമ്മുടെ കൂടെ തന്നെ. അപ്പോൾ അമ്മയ്ക്കൊരു കൂട്ടുണ്ടല്ലോ പ്രധാനമായിട്ടും. ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ടോ വയനാട്ടിലോ എല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് തീരെ പറ്റാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോലും വിളിച്ചാൽ അടുത്ത് ആരും ഇല്ലെങ്കിലേ നമുക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ അവർ നമ്മുടെ കൂടെയുണ്ട്. അത് വളരെ സന്തോഷമായ കാര്യം. അപ്പോൾ ഇനി ഞാൻ ഇന്ന് പകലെടുത്ത വീഡിയോയുടെ ഭാഗം ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാം. കിടുന്ന എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറ. അച്ഛൻ ഇന്ന് പരീക്ഷ കഴിഞ്ഞു വന്നു. എന്തോന്ന് വിളിയേക്കണ്ടേ? അപ്പോൾ എന്തായാലും ജാനുവിൻ്റെയോ കൊക്കോടെയോ ഡെലിവറി വ്ളോഗ് അവരെ ഇൻസൾട്ട് ചെയ്യാത്ത പോലെ ഞാൻ ഇടും. അപ്പോൾ തമ്പനിയിലും ചിലപ്പോൾ ഡെലിവറി വ്ളോഗ് എന്നായിരിക്കും. ദയവേത് വീണ്ടും തെറ്റിദ്ധരിക്കരുത്. അത് അവരുടെയാണ്. അവരുടെ പ്രസവത്തിൻ്റെയും അപ്ഡേഷൻസും കാര്യങ്ങളുമാണ് ഇനി കുറച്ച് ദിവസത്തേക്കൊക്കെ വരാൻ സാധ്യത. അത് എൻ്റെതല്ല. അതുകൊണ്ട് അത് തമ്പനിയിൽ കാണുമ്പോഴും വീഡിയോ കാണുന്നവരത് പ്രത്യേകം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ബാക്കി കാണാം. അല്ല, ഞാൻ പ്രധാനമായിട്ട് പറയാൻ വന്നത്, ഞാൻ ആ തമ്പനിയിൽ അല്ലാണ്ട് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന വിശേഷം ഉണ്ട് കേട്ടോ എന്ന്. ഞാൻ ഉദ്ദേശിച്ച എൻ്റെ മക്കളുടെ വിശേഷം കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു മോളോ എൻ്റെ ഒരു അനിയത്തിയോ എൻ്റെ വീട്ടിലുള്ള ഒരാളുടെ ഒരു പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ, അതും പ്രത്യേകിച്ച് എൻ്റെ ജാനുവിൻ്റെ പ്രഗ്നൻസി, അവളെ ഒരു അമ്മയായിട്ട് കാണുക എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷവും അതിശയവും ഒക്കെ ഉള്ളൊരു കാര്യമാണ്. ആ വിശേഷം ഉണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വിശേഷമുണ്ട് എന്ന് പറഞ്ഞത്. ഇനി ഇങ്ങനെയുള്ള വാക്കുകൾ ഞാൻ ഉപയോഗിക്കാതിരിക്കാം, ശ്രമിക്കാം. അത് ഈ ഒരു അർത്ഥത്തിലാണ് പോകുന്നതെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ വീട് പണിയുന്ന സ്ഥലം പ്ലോട്ട് പോലെ ആയില്ലേ. ഗർഭിണികളുടെ ഓട്ടം. അങ്ങനെ നമുക്കൊരു കുഞ്ഞിനെ കിട്ടിയിരിക്കുകയാണ്. ഈ കുഞ്ഞിനെ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. എന്നെ ചെറുതിലായിട്ട് ഇടയ്ക്ക് കാണിക്കുന്ന ഇത് നമ്മുടെ മണിയണ്ണൻ്റെ ഒച്ചാണ്. അപ്പോൾ ചിരിച്ച് അയ്യോ, സ്നേഹിക്കുവാണോ കടിക്കുവാണോ? 4 പല്ലുണ്ട്, കാണിച്ചു തരാവേ. ആ പല്ലൊന്ന് കാണിച്ച്. 4 കുറച്ചേറെ ഉണ്ട്. അപ്പോൾ അവർ 1-2 ദിവസത്തിൽ ഇങ്ങോട്ടേക്ക് തന്നെ താമസം മാറുവാണ്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ചേച്ചി, കൊച്ചുങ്ങളുടെ അമ്മ മണിയണ്ണൻ. അപ്പോൾ അവരിനി ഇവിടെ ഉണ്ട്. ചേച്ചി ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇവിടെ ജോലി ചെയ്യാൻ വരുന്നുണ്ട്. സുലമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ടും എനിക്ക് വയ്യാത്തത് കൊണ്ടും ഒക്കെ നമുക്ക് ഇപ്പോൾ ഒരാളുടെ സഹായം ആവശ്യമാണ്. അപ്പോൾ നമ്മളെ സഹായിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കിടുച്ചേട്ടനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവുക. പിന്നെ രമണനാക്കട്ടെ, രമണൻ വിളിച്ചേടാ. ഇവൻ്റെ പേരാണ് ആദു. ഫുൾ നെയിം എന്തോ അറിയില്ല, പക്ഷെ ഞങ്ങൾ ആദൂട്ടാന്നാണ് വിളിക്കുന്നത്. അതുവിൻ്റെ ചേച്ചിയാണ് ഇങ്ങനെ ഉറങ്ങി കിടക്കുമ്പോൾ ഇത്രയും നല്ല പൊട്ടൊക്കെ തൊട്ട് കൊടുക്കുന്ന. പൊട്ട് കാണിച്ചോട്. അയ്യോ, ഞങ്ങൾ പോയിട്ട് കിടിച്ചേട്ടനെ വിളിച്ചോണ്ട് വരട്ടെ. കിടിച്ചേട്ടൻ ഇനി ഞെട്ടും ഞങ്ങൾ വണ്ടി ഇരിക്കുന്ന കാണുമ്പോൾ. ടാറ്റ കൊടുത്തേ. ടാറ്റാ 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 ടാറ്റാ. ഞങ്ങൾ വിളിച്ചു നോക്കാം. ചിലപ്പോൾ വരും. ചിരിച്ചോണ്ട് വിളി, കരയിച്ചോണ്ട് വിളിക്കണ്ടോ. എടുത്തേ. എന്ത് ചെയ്യാൻ, എന്നെ മാത്രം മതി അവനെ. ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കി. അത് ഇങ്ങോട്ട് നോക്കി. നീങ്ങോഞ്ഞ ചിരിച്ച് നല്ല ചിരി. അവൻ ചിരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്താ ചിരിക്കുമ്പോൾ നല്ല ചിരിയാണ് ചിരിക്കുന്നത്. മാമൻ എവിടെ? കുഞ്ഞുമാമൻ എവിടെ? കുഞ്ഞുമാമൻ കിടിച്ചേട്ടൻ്റെ സ്കൂൾ വിട്ടു. നമുക്ക് പോയിട്ട് വരാം. അതിൻ്റെ പൊട്ട് കാണിച്ചേ. ദൂക്കനെ ലുക്കേ ലുക്ക. എൻ്റെ ഗർഭിണികളെ കണ്ട. ജാനുമീ മതി കടിക്കണ്ട, അവനെ വിട്ടേരെ. ജാനുവിന് ദേഷ്യം വന്നാൽ ഇപ്പോൾ ആണുങ്ങളെ ഒന്നും കാണുന്ന അവർക്ക് ഇഷ്ടമല്ല. ഗർഭിണിയായി പിന്നെ അവർക്ക് ഒറ്റ ആമ്പട്ടി ഇഷ്ടമല്ല. കോക്കോടെ വയറ് തൂങ്ങി. അപ്പം അമ്മ ഇന്ന് വരും.
പ്രസവം എടുക്കുന്ന ആൾ വരും. നമ്മുടെ വീട് നിൽക്കേണ്ട സ്ഥലം കണ്ട ആൾക്കാർ പണിയുന്നേ. തോട് വൃത്തിയാക്കുന്നുണ്ട്. നമ്മൾ കിടുവിനെ വിളിക്കാൻ പോവാ. ആരാ കൂടെയുള്ളതെന്ന് നോക്കിയേ. കുഞ്ഞാവനെ പേടിയാ. ഇച്ചിരി കൂടെ ചെറുതായിരുന്നപ്പോ കുഞ്ഞാവയുടെ അടുത്ത് പോവായിരുന്നു. ഇപ്പൊ കുഞ്ഞാവെ പേടിയാ. കഴിഞ്ഞ ദിവസം കുഞ്ഞാവ ഡാന്നൊരു വിളിക്കുന്ന ഒറ്റ കരച്ചില്. സ്നേഹത്തോടെ വിളിച്ചാ ഡാന്ന്. കൊച്ചിനെ കൊഞ്ചിക്കുന്ന കേട്ടില്ലേ. അതെ, ഉണ്ടപ്പം വേറെ ലെവല. അവൻ ആശാൻ അത്ര അടുപ്പമുള്ളവരുടെ ഉള്ളു ബഹളം. അവനവൻ്റെ അമ്മയുടെ അടുത്ത് ഇരുന്ന് ശീലമായി. ഇനിയിപ്പം മാറിക്കോളും. പിന്നെ ഇവന്റെ ചേച്ചി ഉണ്ടല്ലോ ദേവു, പുള്ളിക്കാരി +1 പഠിക്കുന്നത്. ദേവു +1 പഠിക്കുന്ന ഒരു ചേച്ചിയുള്ള കൂട്ടനാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ചേച്ചിക്കായാലും അവിടെ ജോലി ചെയ്യുമ്പോഴേ അവൾക്ക് അവധി ആയതുകൊണ്ട് ഇവനെ നോക്കാൻ എളുപ്പമാണ്. അപ്പോൾ അവർ വീട്ടിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, വീട്ടിലെന്ന് പറയുമ്പോൾ നമ്മൾ അജിത നിന്ന റൂമില്ലേ അവിടത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്, അതാകുമ്പോഴത്തേക്ക് ടൈമിൻ്റെ പ്രശ്നം വരുന്നില്ലല്ലോ. രാവിലെ എപ്പോഴാന്ന് വെച്ചാൽ സൗകര്യം പോലെ ജോലികളൊക്കെ ചെയ്താൽ മതിയല്ലോ. അങ്ങനെയുള്ളൊരു AC അടിച്ചപ്പോൾ ഉറങ്ങാൻ പോകുന്നു. കൂർക്കം വലിച്ചുറങ്ങുക. മരുന്ന് നോക്കിയേ. ഇന്നത്തെ കംപ്ലൈന്റ് കയ്യിലൊടിച്ചു. ആരുടെ? അവനേലുണ്ടായിരുന്നു, ഒടിച്ചു. സ്കെയിൽ കൊടുത്തിട്ടുണ്ടെന്ന്. ഇവനല്ലെങ്കിൽ എന്തിനാ സ്കെയില്? ഡോറടങ്ങില്ല. പുറത്തിറങ്ങിയിട്ട് നന്നായിട്ട് അടക്കി. കിടുവിനെ വിളിക്കാൻ, കിടിച്ചേട്ടനെ വിളിക്കാൻ വന്ന ആദു വേർത്ത് കുളിച്ചെടുത്ത് അടങ്ങിയിരിക്കുവായിരുന്നോ? കിട്ടുന്ന പെൻസിലെല്ലാം മാറി ബാഗിലിടുക. എല്ലാവരും പെൻസിൽ വാരി കയ്യിലിടും. റബ്ബർ താഴെ കിടന്നാലും അത് അവൻ്റെതല്ല, അവനത് വേണ്ട. അതുകൊണ്ടാണ് ഡെയിലി ഓരോ റബ്ബറും കൊണ്ട് കാണാതാകുന്നത്. നമ്മൾ കളഞ്ഞോ? കൊറേ പെൻസിൽ വാരി ബാഗിലിട്ടുന്നു, എല്ലാം കയ്യിലേക്ക് എടുത്തിടും. അവൻ്റെതാണോ അല്ലയോ എന്നുള്ള ചോദ്യം ഒന്നും ഇല്ല. എന്തൊക്കെയാണ് എന്തിനാ ഒടിച്ചത്? എന്തിനാ ഒടിച്ചപ്പോഴല്ലേ ഡസ്റ്റ്ബിൻ ഇടാൻ പറഞ്ഞത്? എന്ത് ഒടിച്ചത് എന്തിനാന്ന് പറയടാ. നിനക്കൊരു സാധനം ക്യാഷ് കൊടുത്ത് മേടിച്ചത് ഒടിഞ്ഞാൽ കുഴപ്പമില്ലെന്നല്ലല്ലോ. നീ എന്തിനാ ഒടിച്ചത്? ആരുടെതാണോ നീ ഓടിച്ചേ? ലിയോണിന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ജോലിക്ക് പോയിട്ട് മേടിച്ചു കൊടുത്തല്ലേ സാലിക്കിന്റെ അടുത്ത്. എന്നിട്ട് വേറെന്തോണ്ട് പ്രശ്നം സ്കൂളില്? ആണോ? നീയോ? നീ എന്തിനാണ് എന്നാളെ അവന്റെ നെറ്റി ഇടിച്ച് അടക്കിയത്? പകരം വീട്ടിൽ. എന്നിട്ട് ഇന്നെന്തോ കഴിക്കാനുണ്ടായിരുന്നു? ചോറിന്റെ കൂടെ എന്തായിരുന്നു കറി? കറിയല്ല, പിന്നെ എന്തോ ഉരുളക്കിഴങ്ങോ? ഉരുളക്കിഴങ്ങും മാത്രം വറുത്ത അമ്മ തന്നതല്ലേ ഞാൻ ചോദിച്ചു. സ്കൂളിൽ എന്തുവായിരുന്നു? സ്കൂളിലോ? സ്കൂളില് മോരുകറിയും കടലയും ചോറും. എന്നിട്ട് കഴിച്ചോ? കള്ളം പറയല്ലേ. മോരുകറി കഴിച്ചു, മോരുകറിയും കഴിച്ചു, ചോറും കഴിച്ചു. കടലയോ? ടീച്ചർ എനിക്ക്
എന്തിന് ചില്ലറ എന്തിന് ചില്ലറ പൈസ ടീച്ചറിനോടും പൈസ ചോദിച്ചോ പോയിട്ട്? പഠിക്കുന്നതിന്റെ കൂലിയാ? ടീച്ചറിന്റെ ക്ലാസ്സിൽ ഞാൻ ഇരുന്ന് കേൾക്കാൻ കൂലി തരാൻ പറഞ്ഞു. നീ വേണേ അതും ചെയ്യും. നീ രാവിലെ വീട് കത്തിക്കുമെന്ന് കേട്ടെ. ഞാനങ്ങനെ കത്തിക്കല്ലേ. രാവിലെ അവൻ അച്ചാച്ചിയെ ഭീഷണിപ്പെടുത്തി വീടിന് ഞാൻ തീ വെക്കുമെന്ന്. അപ്പം പിന്നെ ശാലിനി, ഇവന്റെ ആദുവിന്റെ അമ്മയുടെ പേര് ശാലിനി എന്നാ കേട്ടോ. അപ്പൊ ശാലിനി ചേച്ചി ചോദിച്ചു, എടാ അപ്പ ഉറങ്ങുമല്ലേ? അത് ഞാൻ ആ സൈക്കിളെ വന്ന് അപ്പ രക്ഷിച്ചോണ്ട് പോകുന്നു. വീടിന് തീ വെക്കുമോ നീ? ആണാണോ വരുന്നത് പെണ്ണാണോ വരുന്നത്? ഇവനോ? അവനാണല്ലേ. കണ്ടിട്ട് നിനക്ക് എന്താ തോന്നിയേ? പെണ്ണാണ്. അതെന്താ അങ്ങനെ തോന്നിയേ? പെണ്ണാണെന്ന് തോന്നി. കാരണം എന്താ? കുഞ്ഞിക്കാല് എന്തിയെ? ചെളിയില്ലാത്ത കുഞ്ഞിക്കാല്. നിന്റെ കാലൊന്ന് കാണിച്ചേ. നിന്റെ കാല് ഇല്ല. ചെളിയുള്ള കുഞ്ഞിക്കാലൊന്ന് കാണട്ടെ. ഞാനാ കുഞ്ഞിക്കാല്? വെള്ളം നോക്ക്. എന്താണെങ്കിൽ ചീത്ത എന്ന് പറഞ്ഞ അത്ര ചീത്ത. ആരുടെ കാല്? എന്റേത്. അപ്പക്ക് ഇഷ്ടമാണ് എൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞിക്കാല്, എൻ്റെ കിടുവിൻ്റെ, എൻ്റെ സുന്ദരം കിടുവിൻ്റെ സുന്ദരം കാല്. ചെത്തിയൊന്നും കളയണ്ട കാല്. അഴുക്ക ചെറുക്കൻ. ആ തന്തയെ കാട്ടി മോശം. ദേ ഒരെണ്ണം തിമിംഗലം കിടക്കുന്ന പോലെ കിടക്കുന്നു. സിമെന്റിന്റെ കലമല്ലടാ, തിമിംഗലം. എന്നിട്ടേ ഇങ്ങോട്ട് നോക്കടാ, ക്യാമറ നോക്കടാ. എന്നെ മുന്നേ ഇച്ചിരി ഉറക്കത്തിൽ നിന്നിട്ട് കരയുമല്ലോ. ഹലോ ഹലോ, അതാണ്ട് ആദുവിൻ്റെ ചേച്ചി ദേവു. അതോ ഇങ്ങോട്ട് വയ്ക്കേ. ആ മീച്ച വന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ചക്കപ്പഴം തിന്നുവാണ്. നമ്മൾ ചക്കപ്പഴം തിന്നുന്നതാകുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എവിടെ നിന്നാണ് ചക്കയാണ്. നമ്മൾ ചക്കയുള്ള നാട്ടിലാണ്. ഞങ്ങൾക്കിവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാലും ആഴ്ചയിലൊരു ചക്ക വീതം കിട്ടുന്നുണ്ട്. തീറ്റ തന്നെ തീറ്റ. അടങ്ങിയിരിക്കുക. നാളെ സ്കൂളിൽ വാച്ച് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞവന് ഫീൽ ചെയ്ത്. എന്നാ നീ മേടിച്ചോണ്ട് പോകും. ആ എന്നാ കൊണ്ടുപോകണ്ട, നല്ല മോനെ കേട്ടോ. അച്ഛൻ മേടിച്ചോണ്ട് വന്ന വാച്ചാ പരീക്ഷയും കഴിഞ്ഞ് വന്നപ്പോൾ. ഇവർക്കെല്ലാം വേണം ചക്ക. ഒരു തുടങ്ങി ഇവർക്കെല്ലാം കൊടുക്കട്ടെ. മോൻ്റെ കയ്യിലിരുന്ന് എന്ത് ചെയ്യും ചിന്നു? തരാടാ. കൊക്കോ പാത്തു. ആ പാത്തുന് കിട്ടിയോ?